ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പീസിനകത്താണ് സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പീസ് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ചെറിയൊരു കുട്ടിയുടെ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം, അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2 കൊടുത്തിരിക്കുന്നത് കേട്ടോ, 2 ഇഞ്ച് അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് കറക്റ്റ് താഴേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പം ലെങ്ത്ത് 4 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിന്റുകളൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു സ്ക്വയർ ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഏതൊരു നെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിന്നീടുള്ള എല്ലാവരും ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയർ നെക്ക് ആയാലും അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യണത് അതനുസരിച്ചായിരിക്കും നമുക്ക് നെക്കിൻ്റെ ഷേപ്പും കിട്ടുക കേട്ടോ പിന്നീട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം, അത് കളയരുത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫേസിങ് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കളയരുതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ പീസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ കട്ട് ചെയ്തത് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ക്വയർ പീസ് അതിനും ചെറിയൊരു പീസിനകത്ത് വെച്ച് കൊടുത്തിട്ട് അതേ അളവിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് 2 ഇഞ്ച് വെച്ച് നമുക്ക് ഒരു സ്ക്വയർ പോലെ തന്നെ താഴെയും ആക്കിയെടുക്കാം കേട്ടോ, വരച്ചെടുക്കാം. അപ്പോൾ അതേ ഇവിടെ നിന്നും 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്നും അങ്ങനെയൊക്കെ എടുത്തിട്ട് അതിൻ്റെ താഴേക്കും 2 ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയർ പോലെ ഞാനിനി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സ്കെയിൽ വെച്ചിട്ടാണ് വരച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് താഴെയുള്ള വലിയ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക, അതിന് ശേഷം ഉള്ളിലത്തെ സ്ക്വയർ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വലുതായത് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിങ് കേട്ടോ. നെക്കിൻ്റെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണിത്. ഇത് ഇനി നല്ല തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ തുണിയുടെ പൊട്ട വശത്തിട്ടിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് 4 ഇഞ്ചിൽ മടക്കി അടിക്കാം. അതിനുശേഷം നല്ല വശം ഒരുമിച്ച് ചേർത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചീത്ത വശത്തേക്ക് 4 ഇഞ്ച് ഇട്ടിട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ സ്ക്വയർ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിർത്തിയിട്ട് അറ്റം വരുമ്പോൾ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 3 അറ്റങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണിയുടെ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിങ്ങിൻ്റെ ചീത്ത വശം മുകളിലേക്കായിട്ടിരിക്കണ കാണാം. നല്ല തുണിയുടെ മുകളിലാണ് നമ്മൾ വെച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു 4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അവിടെ നിർത്തുക, അതിന് ശേഷം തിരിച്ചൊന്ന് വയ്ക്കുക, വീണ്ടും സ്റ്റിച്ച് ചെയ്യുക, തിരിച്ച് വയ്ക്കുക കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ കോണിൻ്റെ ഭാഗം വരുന്നിടത്തൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പതിച്ചൊന്ന് അടിക്കുക അതിൻ്റെ സൈഡ് ഭാഗത്ത്. അങ്ങനെ അടിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പം മടക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഫേസിങ്ങിൻ്റെ ഭാഗം ഉള്ളിൽ പോകുന്ന രീതിയിൽ മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ നഖം വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ ലൈൻ വന്നിട്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ സൂചി താഴ്ത്തി നിർത്തൂല തുണീനെ, അത് പൊന്തിച്ചിട്ട് വേണം രണ്ടാമത്തെ വരിയിലേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ക്വയർ നെക്ക്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.